എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ഞാനെപ്പോഴും രാഹുൽ ഗാന്ധിനെ വിമർശിച്ചിട്ടുള്ള ആളാണ്. എന്തുകൊണ്ട് ഞാൻ രാഹുൽ ഗാന്ധി ഒരു നല്ല പ്രതിപക്ഷ നേതാവല്ല, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാവാൻ പറ്റുന്ന ഒരാളല്ല എന്ന് പറയുന്നതിനുള്ള, ഞാൻ രാഹുൽ ഗാന്ധിനെ എതിർക്കുന്നതിനുള്ള ഞാൻ നിരത്തുന്ന വാദങ്ങളെ അരക്കിട്ടുറപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണ് രാഹുൽ ഗാന്ധിയുടെ അടുത്ത് എല്ലാ സമയത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നതും ഏകദേശം അതുപോലുള്ള സംഭവമാണ്. മറ്റേ ജോർജിയ മെലോണിനെയൊക്കെ വലിച്ചിഴയ്ക്കുന്നു. ഇന്ത്യയുടെ വിദേശ നയതന്ത്രത്തെ പറ്റി മൂപ്പര് എന്താണ്, അതിൻ്റെ ഫെയിലിയർ എന്താണെന്ന് കാണിക്കാൻ വേണ്ടി മൂപ്പര് തിരഞ്ഞെടുത്ത മൂപ്പരുടെ ഒരു സിൽബന്തി ആയിട്ടില്ല സന്ദീപ് ദീക്ഷിതും തിരഞ്ഞെടുത്ത വഴി വളരെയധികം എന്താ പറയുക, ഭയങ്കരമായ ഒരു ബുദ്ധിപരമായ ഒരു തീരുമാനമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോഴും എനിക്ക് സങ്കടം അല്ലെങ്കിൽ സഹതാപമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാഹുൽ ഗാന്ധിനെ ഇപ്പോഴും ഒരു ഫ്യൂച്ചർ പ്രൈം മിനിസ്റ്ററായി കണ്ട് അദ്ദേഹത്തെ ആരാധിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗം ജനങ്ങളോടാണ്. ഒരു കാരണവശാലും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു വ്യക്തിനെ നമ്മുടെ ഫ്യൂച്ചർ പ്രൈം മിനിസ്റ്ററായിട്ട് കാണാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പം നമുക്ക് ഇന്നലത്തെ മാത്രം കാരണം വേണമെങ്കിൽ പറയാം. കാരണം ഇത് എനിക്ക് കാരണം വെച്ചാൽ ഈ വ്യക്തി ഈ ഒരു തലത്തിൽ, ഈ ഒരു ബുദ്ധി സ്ഥിരതയോടുകൂടി, ഈ ഒരു രീതിയിൽ, ഈ ഒരു വിഷനോടുകൂടി ഇന്ത്യൻ്റെ പ്രൈം മിനിസ്റ്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ ആവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് നേതാക്കന്മാർ ഇന്ത്യയിലുണ്ടാവും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ ഓവർകം ചെയ്ത് അയാളിലൂടെ ഒരുപാട് ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്, വൻ അഴിമതി നടത്തി ഇന്ത്യനെ മൂച്ചോട് മൂടിപ്പിച്ച് മൊത്തം വീട്ടിൽ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് നേതാക്കന്മാർ ആഗ്രഹിച്ച് ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം വരും എന്നാഗ്രഹിച്ച് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ വേറെ കുറേ ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ടെററിസം ആ രീതിയിലൊക്കെ തന്നെ എന്ന് വെച്ചാൽ ടെററിസ്റ്റുകൾക്കൊക്കെ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ വളരെയധികം സന്തോഷകരമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യത്തിലും ഇങ്ങേക്ക് വലിയ താല്പര്യം അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള തീരുമാനം എടുക്കാനൊന്നും ഇയാൾക്ക് പറ്റൂല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഇങ്ങനെയുടെ കൂട്ടത്തിലുണ്ട്. പ്ലസ് ഒരു കോളേജ് സ്റ്റുഡൻറ്റ് പോലും, കോളേജ് സ്റ്റുഡൻറ്റ് നമുക്ക് കൊച്ചു കുട്ടികളെ വിടാം, ഒരു കോളേജ് സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ കോളേജ് പാസ് ഔട്ട് ആയ വ്യക്തി ശരി ഒരു രാജ്യത്തിനെ പറ്റി അല്ലെങ്കിൽ ലോകത്തിനെ പറ്റി കുറേ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും. ഓക്കെ, എങ്ങനെ നമുക്ക് സംസാരിക്കണം, ഒരു പൊതുമധ്യത്തിൽ എങ്ങനെ സംസാരിക്കണം, ഒരു പൊതുപരിപാടിയിൽ എങ്ങനെ സംസാരിക്കണം, അല്ലെങ്കിൽ ഒരു കോളേജ് കഴിഞ്ഞൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു അവിടെ യൂണിയൻ്റെ തലപ്പത്തോ അല്ലെങ്കിൽ ഒരു ഒരു നമുക്കറിയാലോ കോളേജിലൊക്കെ പിന്നെ പല തെരഞ്ഞെടുപ്പുകളുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ പോസ്റ്റുകളിൽ ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ കൂടി എങ്ങനെ ആ പോസ്റ്റിൽ ഇരുന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം, എങ്ങനെ ആ പോസ്റ്റിൽ ഇരിക്കുന്ന സമയം ഞാൻ സംസാരിക്കണം അല്ലെങ്കിൽ എങ്ങനെ ഇടപെടണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് നല്ല ഒരു ഐഡിയ ഉണ്ടാവും. ഈ വ്യക്തിക്ക്, ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി ഒരു ഐഡിയ ഇല്ല. സന്ദീപ് ദീക്ഷിത് ഇങ്ങനെയുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് മൊത്തത്തില്ല. ആദ്യം എനിക്ക് തോന്നുന്നു ആർക്കൊന്നും ഇങ്ങനെ ഒരു സംഭവത്തിലാക്കണം, ആൾക്കാരെങ്ങനെ അത് കാണും എന്നുള്ളത്. ഇത് നമുക്ക് ബാക്ക്ലാഷ് ചെയ്യോ, കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ഒരു അവമതിപ്പ് ഉണ്ടാകും, ഇതൊന്നും ഇവർക്കൊന്നും അറിയില്ല. രാഹുൽ ഗാന്ധിക്കും അറിയില്ല, സ്വയം ഒരു ചിന്ത വേണ്ട, അതുമില്ല. അയാളെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് പോലും ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു എല്ലാവരും കൂടി ഇങ്ങനെ അങ്ങനെ ഒരു ജോക്കറാക്കി മുന്നോട്ട് കൊണ്ടുപോകുക, എന്തെങ്കിലും കിട്ടുന്നതങ്ങ് വലിച്ചെടുക്കുക, അതിൻ്റെ അകത്ത് നിന്ന് ഗുണമെടുക്കുക, ഇതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് രാഹുൽ ഗാന്ധി കുറച്ചുകൂടി ചിന്തിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ജോർജിയ മെലോണിനെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ ആൾക്കാർ ലോകം മുഴുവൻ കാണുന്ന, അല്ലെങ്കിൽ ലോകത്തുള്ള ആൾക്കാർ ലോകം മൊത്തം അറിഞ്ഞ്, അപ്പോൾ ചുമ്മാ വലിച്ചടക്കുക എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്കറിയാം. US പ്രസിഡന്റ് മെലോണിനെ വലിച്ചഴപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ അയാളുടെ പല പ്രസ്താവനകൾക്കും ഇറ്റാലിയൻ ഗവൺമെൻറ് കൊടുത്ത മറുപടി, ഓക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ കാണണം. ഒരു പ്രധാനമന്ത്രിയെ അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിയെ വിമർശിക്കാൻ ഇഷ്ടം പോലെ മാർഗങ്ങളുണ്ട്. പല കാരണങ്ങളിലും ഡിസഗ്രിമെന്റ്സ് ഉണ്ടാവും, അങ്ങനെ അറിയാം. ഇത് ഞാൻ പറഞ്ഞു, ഇപ്പോൾ CJP പ്രൊട്ടസ്റ്റിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ആൾക്കാർ പ്രധാനമന്ത്രിക്കെതിരെയും ഇന്ത്യൻ ഗവൺമെൻറ്റിനെതിരെയും വളരെ കേട്ടാലറക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ വാഗൊണ്ട് ചൊരിഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂട്ടത്തിലേക്കാണ് ഇങ്ങേരും പോകുന്നത്. കാരണം വെച്ചാൽ ഇയാൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു മാന്യത വേണ്ടേ, ഒരു മാന്യത അല്ലെങ്കിൽ ഒരു പക്വത എന്ന് പറയുന്ന സംഭവം. 56 വയസ്സായി രാഹുൽ ഗാന്ധിക്ക്. 4 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ റിട്ടയർമെൻറ്റ് ഏജ് ആയി. 60 വയസ്സ് കൂട്ട റിട്ടയർമെൻറ്റ് ഏജ്, 4 വർഷം കൊണ്ട് റിട്ടയർമെൻറ്റ് ഏജ് ആയി. അതിൻ്റെ കൂടെ തന്നെ വേറൊരാളും കൂടി, ഈ സന്ദീപ് ദീക്ഷിത് എനിക്ക് തോന്നുന്നു 60 വയസ്സായി എന്ന് തോന്നുന്നു. അപ്പം എവിടേക്കാണ് പോകുന്നത്? ഒരു ഫ്യൂച്ചർ പ്രധാനമന്ത്രി അതിൻ്റെ ഒരു സ്ഫുരണമെങ്കിലും കാണിക്കണ്ടേ? ഒരു കാരണവശാൽ ഒരു സ്റ്റേജിൽ ഇന്ത്യയുടെ വിദേശ നയതന്ത്രത്തിനെ ഈ രീതിയിൽ ആക്ടൊക്കെ ചെയ്തുകൊണ്ട് ചാടിപ്പോയി കെട്ടിപ്പിടിച്ച്, മെലോണിയാന്ന് വിചാരിച്ച് കെട്ടിപ്പിടിച്ചാണോ? എന്ത് മോശമാണത്! ഈ രാഹുൽ ഗാന്ധി ഫാൻസിന് പോലും തോന്നില്ലേ, ഒരു പക്വത വേണ്ടേ, ഒരു ക്വാളിറ്റി വേണ്ടേ? എന്നാലല്ലേ നമുക്കൊരു കാര്യം സംസാരിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിനെപ്പറ്റി അല്ലെങ്കിൽ ഇങ്ങേര് പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ട് എന്നുള്ളത് നമുക്ക് തോന്നുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു പക്വത വേണ്ടേ? എന്തെന്നാ ഇത് തോന്നിയ പോലെ ഇങ്ങനെ വിളിച്ച് പറയുകയാണ്. എന്തെങ്കിലും ഇവിടെ കയറി എനിക്ക് കുറെ ആൾക്കാർ ഇങ്ങനെ കയ്യൊക്കെ അടിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഈ ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ വിളിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഇതാക്കുകയെന്ന് എനിക്ക് തോന്നുന്നു. ഇതുപോലെ ഈ ഒരു എന്താണ് നയതന്ത്രം, എന്താണ് വിദേശകാര്യം, എന്താണ് പിന്നെ എന്താ പറയുക, ക്രിട്ടിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻസിൽ ഒരു രാജ്യം എടുക്കേണ്ട, അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനമന്ത്രി എടുക്കേണ്ട, അല്ലെങ്കിൽ പ്രസിഡന്റ് എടുക്കേണ്ട തീരുമാനങ്ങൾ, ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത കുറെ ആൾക്കാർ വന്ന് സ്റ്റേജിൽ കുതിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗ് അടിക്കുക, കുറച്ച് സ്റ്റാൻഡപ്പ് കൊമേഡി, ഇങ്ങനെ കുറച്ച് സ്റ്റാൻഡപ്പ് കൊമേഡിയനായിട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ സ്റ്റാൻഡപ്പ് കൊമേഡിയനായിട്ട് പോയി കഴിഞ്ഞാലും വലിയ പിന്നെ ഭാവി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ കോൺഗ്രസ്സിൽ നല്ല ഉഷാറായിട്ടുള്ള നല്ല നേതാക്കന്മാർ വേറെ ഉണ്ട്. ഞാൻ എന്നും പറയുന്ന പോലെ, ഞാൻ പല വീഡിയോസ് നിങ്ങൾ പോയി കണ്ടു നോക്കിയെങ്കിൽ മനസ്സിലാവും. ഞാൻ എന്നും പറയും, ഞാൻ കോൺഗ്രസിനെതിരല്ല, കോൺഗ്രസ് എന്ന പാർട്ടിക്കെതിരല്ല, പാർട്ടിയുടെ ചെയ്തികൾക്കെതിരാണ്, പല കാര്യങ്ങൾക്കെതിരാണ്. അതുപോലെ തന്നെ ഞാൻ പറയുമ്പോൾ ഇപ്പോൾ ബി ജെ പിനെ പറ്റി ഞാൻ പറയുന്നില്ല. കാരണം ബി ജെ പിയിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ രാഹുൽ ഗാന്ധി ഇന്നലത്തെ കാര്യമായതുകൊണ്ട് ആൾക്കാർ ഇതെന്തിനാ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഇനി എന്താ ബി ജെ പിനെ പറ്റി പറയാത്തതെന്ന് ചോദിക്കുന്നവർക്കുള്ള ഒരു മറുപടിയാണത്. ഓക്കെ, അപ്പോൾ ബി ജെ പിനെ പറ്റി പറയേണ്ട കണ്ടീഷനിൽ ബി ജെ പിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അവർ ചെയ്ത തെറ്റായ കാര്യങ്ങൾ. അപ്പോൾ ഈ സംഭവം ഇതിലൂടെ നമുക്ക് മനസ്സിലായി, രാഹുൽ ഗാന്ധിനെ അങ്ങോട്ട് ഒഴിവാക്കുക. നിങ്ങൾ കുറേ നേതാക്കന്മാർ, എന്തിനാണ് രാഹുൽ ഗാന്ധി വിചാരിക്കുന്നത് ഇന്ത്യൻ ഗവൺമെന്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ എന്തോ പിന്നെ കുടുംബ സ്വത്ത് വഴി, കുടുംബ തായ് വഴി വകയുള്ള എന്തോ ഒരു കമ്മിറ്റിയാണ്. അതുപോലെ തന്നെ ഇന്ത്യ എന്ന് പറയുന്നത് മൂപ്പരെ കുടുംബം എന്നായിരിക്കും മൂപ്പർ വിചാരിക്കുന്നത്. ആ കുടുംബത്തിന്റെ മേലാധികാരി ഞാനാണ്. ഓക്കെ, അപ്പോൾ അത് ഇപ്പോൾ കുടുംബത്തിലുള്ള ഏതോ കുറച്ച് ആൾക്കാർ വന്നിട്ടാണ് ഇപ്പോൾ ഭരിക്കുന്നത്. അത് മൂപ്പർക്ക് ഇഷ്ടമല്ല. മൂപ്പരാണ് ഭരിക്കേണ്ടത്, മരണം വരെ മൂപ്പര കുടുംബത്തിലുള്ള ആൾക്കാരാണ് ഭരിക്കേണ്ടത്. ഇങ്ങനെയുള്ള ചിന്താഗതിയുള്ള ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി എന്ന് എനിക്ക് തോന്നുന്നത്. അത് വെച്ചാൽ ഒരു ചൈൽഡ് മൈൻഡ് സെറ്റ് ഇല്ലേ, ചെറിയ കുട്ടികൾ ചില വാശികൾ, അതുപോലെ തന്നെ തിരിച്ചറിവിന്റെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്നത്, അതൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മാറ്റി രാഹുൽ ഗാന്ധിക്ക് വരാൻ ഇനി സമയമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. 56 വയസ്സ്, ഇത്രയും കാലങ്ങളായിട്ട് ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ട് കഴിഞ്ഞ 10 വർഷം ഒരു പ്രതിപക്ഷ നേതാവായിരുന്നിട്ട് ഒരുപാട് അഗ്നിപരീക്ഷകൾ നേരിട്ടൊരു വ്യക്തിയത്. ശരിക്കും പറഞ്ഞാൽ അഗ്നിപരീക്ഷ കൊടുക്കേണ്ടത് ഭരണപക്ഷത്തിനാണെങ്കിലും മൂപ്പരാണ് അഗ്നിപരീക്ഷ നേരിട്ട്. എന്നിട്ട് അതിൻ്റെ അകത്ത് ഞാൻ പറയട്ടെ, കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനം അല്ലെങ്കിൽ എന്താ പെർഫോമൻസ് നിങ്ങൾ നോക്കൂ, രാഹുൽ ഗാന്ധിൻ്റെ ഒരു മാറ്റവും ഇല്ല. ഡേ ബൈ ഡേ പിന്നെ ബി ജെ പിക്ക് ആക്രമിക്കാനുള്ളതും, അല്ലെങ്കിൽ പ്രതിപക്ഷ നിരയെ തന്നെ ആർ ജെ ഡി വരെ മുറ്റും, സ്വന്തം സഖ്യകക്ഷിയായ ആർ ജെ ഡി വരെ രാഹുലിന്റെ ഈ ഒരു പെരുമാറ്റത്തിനെ പറ്റി പിന്നെ നെഗറ്റീവ് പറഞ്ഞിരിക്കുന്നത്, അതായത് അത് ചെയ്യരുതായിരുന്നു എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ അവർക്ക് ഇതൊരു പ്രതിപക്ഷം നമ്മളെ തന്നെ കാണിക്കണം. നമ്മളൊരു ഇതിന് ഈ ഒരു പോസ്റ്റിന്, അല്ലെങ്കിൽ അടുത്ത പ്രധാനമന്ത്രി ആവാനുള്ള, അല്ലെങ്കിൽ ഒരു മന്ത്രിയെങ്കിലാകാനുള്ള, ക്യാബിനറ്റ് മന്ത്രിയെങ്കിലാകാനുള്ള ഒരു യോഗ്യത നേടുന്നുള്ള രാഹുൽ ഗാന്ധി കാണിക്കാൻ ശ്രമിക്കണം. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഞാൻ തീർച്ചയായും പറഞ്ഞു, രാഹുൽ ഗാന്ധി എന്നൊരു വ്യക്തി ഇങ്ങനെയുള്ള ഒരു പോസ്റ്റിന് അർഹനല്ല. അങ്ങേർക്ക് കോൺഗ്രസിന്റെ ഇപ്പൊ പ്രതിപക്ഷ നേതാവായിരിക്കാനുള്ള അർഹത പോലും ഇല്ല. കോൺഗ്രസിൽ വളരെ മികച്ച നേതാക്കന്മാരുണ്ട്. അവര് തലപ്പത്തേക്ക് വന്നു കഴിഞ്ഞാൽ ബി ജെ പി അതാണ് പേടിക്കുന്നത്. കാരണം കോൺഗ്രസിൽ വളരെ ശക്തമായിട്ടുള്ള രാജ്യം നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നുള്ള, അല്ലെങ്കിൽ ആ രീതിയിലുള്ള നേതാക്കന്മാരുണ്ട്. അവർ നേതൃനിരയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബി ജെ പിക്ക് വലിയൊരു ടൈറ്റ് കോമ്പറ്റീഷനായി. അടുത്ത ഇപ്പോൾ 2029 തെരഞ്ഞെടുപ്പ് തന്നെ കൂട്ടിക്കോ, അതിൻ്റെ അകത്ത് തന്നെ ബി ജെ പിക്ക് ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താ പറയുക മുന്നോട്ട് കാണിക്കും. എനിക്ക് തോന്നുന്നു അത് കാണിച്ചു വരുന്ന നേതാക്കന്മാരെ അവഗണിച്ച് കളയുക, എന്നിട്ട് അവരെന്ത് ചെയ്യുന്ന കോൺഗ്രസിനെ എക്സിറ്റ് ചെയ്യും. അവർ തന്നെ ചേരുന്ന ബി ജെ പിയിലേക്കാണ്. അപ്പോൾ രാഘവ് ചദ്ദ അതൊക്കെ തന്നെ വലിയ ഉദാഹരണം. രാഘവ് ചദ്ദനൊക്കെ വൻ ഹീറോ ആക്കി വെച്ചിരുന്ന ആൾക്കാർ ഇപ്പോൾ അട്ടത്തേക്ക് നോക്കിയിരിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടി മാറിപ്പോയത്. അപ്പോൾ ശ്രദ്ധിക്കുക. രാഹുൽ ഗാന്ധിയോടും അദ്ദേഹത്തിന്റെ അനുയായികളോടും എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എവിടെ എത്താൻ പോകുന്നില്ല. സങ്കടപ്പെട്ടിട്ടോ കരഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല. രാഹുൽ ഗാന്ധി ആദ്യം ചിന്തിക്കേണ്ടത് ഇന്ത്യ അങ്ങേരുടെ കുടുംബ സ്വത്തല്ല, അതുപോലെ തന്നെ കോൺഗ്രസും അങ്ങേരുടെ കുടുംബ സ്വത്തല്ല. കോൺഗ്രസ് ഏത് നിമിഷം വേണമെങ്കിലും നല്ല, എനിക്ക് തോന്നുന്നു സി ജെ പി പ്രൊട്ടസ്റ്റ് പോലെ പ്രൊട്ടസ്റ്റ് കോൺഗ്രസിലുണ്ടാണ്ട്. എന്നിട്ട് ഈ ഗാന്ധി ഫാമിലി അങ്ങനെ പറയാൻ തന്നെ എനിക്കിപ്പോൾ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ആ ഒരു ഫാമിലി നീതി അന്ന് ഒരു പാർട്ടിയിൽ നിന്നോട്ടെ, ആ ഒരു അപ്രമാദിത്വത്തിന് ഒഴിവാക്കേണ്ട സമയം അതിക്രമിച്ചു. ഇത് ലോകത്തെവിടെയില്ലാത്തൊരു ഒരു എന്താ പറയുക, അതെന്താ രാജവാഴ്ചയോ, ലോകത്തെവിടെയില്ലാത്തൊരു ഒരു കുടുംബവും ആ കുടുംബത്തിന് മാത്രമേ ആ പാർട്ടീനെ നയിക്കാനുള്ള ഇതുള്ളൂ. എന്തെന്നാ ഇത്? അതൊക്കെ കഴിഞ്ഞ് ആ ഒരു ലെഗസി, ആ സംഭവങ്ങൾ അതൊക്കെ കഴിഞ്ഞ്, അത് എന്താ പറയുക, ആ കുടുംബം മാത്രം, അതിൻ്റെ അകത്തുള്ള ആൾക്കാർ മാത്രം പ്രധാനം. അത് തെറ്റാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ജനാധിപത്യ രാജ്യമാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഇന്ന് പിറന്നു വീഴുന്ന, അല്ലെങ്കിൽ ഈ നിമിഷം പിറന്നു വീഴുന്ന പുത്രൻ, ഒരു കുട്ടിക്ക് വരെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാനുള്ള അധികാരവും അത് ഏത് കുടുംബമാണോ അതൊന്നുമില്ല.
ചിലർ പറയും മൻമോഹൻ സിംഗിനെ ഇപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞ സ്പോട്ടിൽ വരും മൻമോഹൻ സിംഗ് ഒരു പാവയായിരുന്നു. അത് നിങ്ങൾക്ക് പല ഫോട്ടോസും വീഡിയോസും ഒക്കെ നോക്കി മൻമോഹൻ സിംഗിന്റെ പ്രധാനമന്ത്രി പദത്തിൽ മൻമോഹൻ സിംഗിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത് നിങ്ങൾ കൃത്യമായി കണ്ടാൽ മതി. മൻമോഹൻ സിംഗ് ഇപ്പറായിരുന്നു, സോണിയാഗാന്ധി ആയിരുന്നു മെയിൻ സീറ്റിൽ. അതായത് മറ്റുള്ള ലോക നേതാക്കന്മാരാണ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ഇവർ വന്ന് ഇങ്ങനെ സോണിയാഗാന്ധിനെ കാണാൻ വരുന്നു എന്നുള്ള മെന്റാലിറ്റി ലെവൽ വരിക. കാരണം വെച്ചാൽ അങ്ങനെയാണ് ഇന്ത്യ പ്രൊജക്ട് ചെയ്തത്, കോൺഗ്രസ് പ്രൊജക്ട് ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഒരു പരിഗണനയും മൂപ്പർക്ക് കൊടുത്തിട്ടില്ല. മൂപ്പര് മുന്നിൽ ഇങ്ങനെ പ്രധാനമന്ത്രി ആയിട്ടിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായി? അപ്പോൾ അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. ആ ഒരു കുടുംബം എന്താ പറയുക, ഞങ്ങളെ കുടുംബസ്വത്താന്നുള്ള ചിന്ത രാഹുൽ ഗാന്ധി വിട്ടിട്ട് എന്തോ മൂഢസ്വർഗത്തിലാണ്. എന്തോ ഞാൻ പറയുന്ന എല്ലാം അംഗീകരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്, കുറേ മണ്ടന്മാരുണ്ട്. ഇത്ര വിചാരിച്ചാൽ മതി. അത് അവർക്ക് ഒരിക്കലും ഇന്ത്യൻ്റെ ഭാവി അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ ഭാവി തീരുമാനിക്കാൻ പറ്റില്ല. ആ ഭാവി തീരുമാനിക്കാൻ പറ്റുന്ന ഒരുപാട് ജനവിഭാഗമുണ്ട്. അവരെ കയ്യിലെടുക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കേണ്ടത്. അത് എനിക്ക് നടക്കും തോന്നുന്നില്ല. ഗോൺ കഴിഞ്ഞു. ബൈ.